ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നേക്കാൾ വേഗത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്നത് സ്മാർട്ട് ഫോൺ അഡിക്ഷനാണ്. നമ്മൾ വിചാരിക്കും വേറെ 5 മിനിറ്റ് നോക്കിയിട്ട് മാറ്റി വെക്കാമെന്ന്. പക്ഷേ നോക്കി വരുമ്പോഴേക്കും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ടിന്യൂസ് ആയി സ്ക്രീനിലേക്ക് നോക്കുന്നത് നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമ്മുടെ ഫോക്കസ് തിരിച്ചു പിടിക്കാനും ഫോൺ അഡിക്ഷൻ എന്നേക്കുമായി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന 10 വഴികളെ കുറിച്ചാണ്. ഫോൺ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്ര പ്രായോഗികമല്ല. നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ചെടിക്ക് വെള്ളം ആവശ്യമാണ് അല്ലേ? പക്ഷേ ആവശ്യത്തിലധികം വെള്ളം ഒരേ സമയം ഒഴിച്ചാലോ ആ ചെടി ചീഞ്ഞു പോകും. നമ്മുടെ ബ്രെയിനും അതുപോലെയാണ്. മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ സ്ക്രോളിങ്ങിലൂടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. ഓരോ സെക്കൻഡിലും മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ ബ്രെയിനിന് സമയം കിട്ടില്ല. ഇത് നമ്മുടെ ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും പതുക്കെ നശിപ്പിക്കും. പിന്നീട് കഷ്ടപ്പെട്ട് പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള ആവേശം നമുക്ക് ഇല്ലാതെയാകും. ഇതിനെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഒരു പുകമഞ്ഞിൽ പെട്ടതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രെയിൻ മരവിക്കുന്ന ഒരവസ്ഥ. ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം തളരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകമെമ്പാടുമുള്ള പ്രൊഡക്ടിവിറ്റി എക്സ്പെർട്സ് നിർദ്ദേശിക്കുന്ന ഏറ്റവും പവർഫുള്ളായ 10 വഴികൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോയുടെ ലാസ്റ്റ് പോർഷന് എൻ്റെ റീൽസ് അഡിക്ഷൻ പൂർണ്ണമായും മാറ്റാൻ എന്നെ സഹായിച്ച ഒരു സീക്രട്ട് ടൂളിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ ആ 10 വഴികളിൽ നമ്പർ 1 ആണ് ഫോൺ ഗ്രേ സ്കെയിൽ മോഡ്. നമ്മുടെ ബ്രെയിനിന് നിറങ്ങളോടാണ് പ്രിയം. ഈ നിറങ്ങളാണ് ആപ്പുകൾ കൂടുതൽ സമയം ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫോൺ സെറ്റിംഗ്സിൽ പോയി സ്ക്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നോക്കൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ കാണാൻ ഒരു രസവും തോന്നില്ല. തനിയെ ഫോൺ നമ്മൾ മാറ്റിവെച്ചോളൂ. നമ്പർ 3 ആണ് ലവ് യുവർ ബോർഡം. ബോറടിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഉടനെ ഫോൺ എടുക്കരുത്. ആ നിശബ്ദതയിലാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഓർമ്മശക്തിയും വളരുന്നത്. ബ്രെയിന് നൽകാവുന്ന ഏറ്റവും വലിയ റീചാർജ് ആണത്. കുറച്ചു സമയം വെറുതെ ഇരുന്ന് നോക്കൂ, മാറ്റം നിങ്ങൾ തനിയെ അറിയും. നമ്പർ 4, ഡിലീറ്റ് സോഷ്യൽ മീഡിയ ആപ്സ്. അമിതമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. പകരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫോൺ ബ്രൗസർ വഴി ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. ലോഗിൻ ചെയ്യാനുള്ള മടി കാരണം നമ്മൾ ഉപയോഗം താനേ കുറയ്ക്കും. നമ്പർ 5, 20-20-20 റൂൾ. ഓരോ 20 മിനിറ്റിലും 20 സെക്കൻഡ് നേരത്തേക്ക് 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ നോക്കുക. ഇത് കണ്ണിനും ബ്രെയിനിനും കിട്ടുന്ന ചെറിയ മെഡിറ്റേഷൻ പോലെയാണ്. നമ്പർ 6, ഫോൺ ഫ്രീ മോർണിംഗ് റൂട്ടീൻ. രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ നോക്കില്ലെന്ന് ഉറപ്പിച്ചു നോക്കൂ. ആ സമയം വർക്കൗട്ടിനോ പ്ലാനിങ്ങിനോ വേണ്ടി മാറ്റിവെക്കാം. ദിവസം മുഴുവൻ പോസിറ്റീവ് ആയിരിക്കാൻ ഇത് സഹായിക്കും. നമ്പർ 7, സെറ്റ് സ്ക്രീൻ ടൈം വിഡ്ജറ്റ്. നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ സ്ക്രീൻ ടൈം കാണിക്കുന്ന വലിയൊരു വിഡ്ജറ്റ് സെറ്റ് ചെയ്യുക. ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും നിങ്ങൾ എത്ര സമയം പാഴാക്കിയെന്ന് ആ വലിയ അക്കങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. നമ്പർ 8, ഡിജിറ്റൽ സബത്ത്. ആഴ്ചയിൽ ഒരു ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെക്കുക. ഈ ഒരു ദിവസം ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ചിലവാക്കി നോക്കൂ. നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന ഏറ്റവും വലിയ റിഫ്രഷ്മെൻ്റ് ആയിരിക്കും അത്. നമ്പർ 9, ക്ലീൻ ഹോം സ്ക്രീൻ. അമിതമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ ഹോം സ്ക്രീനിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു ഫോൾഡറിലാക്കി വെക്കാം. ഫോൺ തുറക്കുമ്പോൾ ഈ ആപ്പുകൾ പെട്ടെന്ന് കാണാത്തത് നമുക്കത് ഓപ്പൺ ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കും. നമ്പർ 10, യൂസ് നോ സ്ക്രോൾ ആപ്പ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു ടൂൾ ഇതാണ്. നമ്മുടെ കൺട്രോൾ കൊണ്ട് മാത്രം റീൽസും ഷോർട്സും നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നോ സ്ക്രോൾ ആപ്പ് യൂസ് ചെയ്യാം. ഈ ആപ്പിൽ ഒരു നിശ്ചിത ടൈം മാത്രം റീൽസ് ഷോർട്സ് കാണാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ആ ടൈം കഴിഞ്ഞാൽ ഷോർട്സും റീൽസും തനിയെ ബ്ലോക്ക് ആയിക്കോളും. നമ്മുടെ ഷോർട്സ് അഡിക്ഷൻ മാറ്റാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ബ്രെയിൻ വളരെ വിലപ്പെട്ടതാണ്. അത് ഡിജിറ്റൽ ലോകത്തിന് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാൻ സഹായിക്കും. നമ്മുടെ ബ്രെയിനിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ ഈ ചെറിയ മാറ്റങ്ങൾ മതിയാകും. താങ്ക് യു ഫോർ വാച്ചിങ്.